ഹായ് എവരി വൺ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ എളുപ്പം ഓർമ്മ നിൽക്കുന്ന രീതിയിൽ ഇംഗ്ലീഷ് വേർഡ്സ് എങ്ങനെ പഠിക്കാം എന്നതാണ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ക്വയറ്റ്, നിശബ്ദത. പ്ലീസ് ബി ക്വയറ്റ് വൈൽ ഐ എം സ്പീക്കിംഗ്. ഞാൻ സംസാരിക്കുന്ന സമയത്ത് നിശബ്ദരാവണം. പ്ലീസ് ബി ക്വയറ്റ് വൈൽ ഐ എം സ്പീക്കിംഗ്. ഇനി ക്വയറ്റ് ഉപയോഗിച്ച് മറ്റൊരു സെൻറ്റൻസ് കൂടി നോക്കാം. പ്ലീസ് കീപ് യുവർ വോയിസ് ഡൗൺ. The library should be quiet. ദയവായി നിങ്ങളുടെ ശബ്ദം താഴ്ത്തൂ. ലൈബ്രറി നിശബ്ദമായിട്ടിരിക്കണം. ഇതുപോലെ ഏതൊരു ഇംഗ്ലീഷ് വേർഡ് ഉപയോഗിച്ചും സെൻറ്റൻസ് ഉണ്ടാക്കി നോക്കാം. അത് എഴുതി പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഓർത്തെടുത്ത് സംസാരിക്കാൻ കഴിയും. നെക്സ്റ്റ് വേർഡ് നോക്കാം. എക്സ്പെൻസീവ്. ഒരുപാട് വില കൂടിയ സാധനത്തെയാണ് എക്സ്പെൻസീവ് എന്ന് പറയുന്നത്. I have never seen such an expensive house. ഇത്രയും വില കൂടിയ വീട് ഞാൻ കണ്ടിട്ടില്ല. I have never seen such an expensive house. ഇത്രയും വില കൂടിയ വീട്. Such an expensive house. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. I have never seen. I have never seen such an expensive house. I can't afford it. It's too expensive. എനിക്കിത് താങ്ങാൻ കഴിയില്ല. ഐ കാൺ അഫോർഡ് ഇറ്റ്. ഇറ്റ്സ് ടു എക്സ്പെൻസീവ്. ഇത് വളരെ ചിലവേറിയതാണ്. ഇറ്റ്സ് ടു എക്സ്പെൻസീവ്. നെക്സ്റ്റ് വേർഡ് ഈഗർ, ആകാംക്ഷ. വി ആർ ഓൾ ഈഗർ ടു നോ ദ ട്രൂത്ത്. സത്യം അറിയാൻ ഞങ്ങൾ എല്ലാവരും ആകാംക്ഷയിലാണ്. മിനി ഈസ് ഈഗർ ടു ബൈ എ ന്യൂ കാർ. മിനി പുതിയ കാർ വാങ്ങാനുള്ള ആകാംക്ഷയിലാണ്. മിനി ഈസ് ഈഗർ ടു ബൈ എ ന്യൂ കാർ. അടുത്ത വേർഡ് ഹംഗ്രി, വിശപ്പ്. ഐ എം ഹംഗ്രി, സോ ഐ എം ഗോയിങ് ടു ഗെറ്റ് സംതിങ് ടു ഈറ്റ്. എനിക്ക് വിശക്കുന്നു, അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും കഴിക്കാൻ പോകുകയാണ്. ഐ എം ഹംഗ്രി, സോ ഐ എം ഗോയിങ് ടു ഗെറ്റ് സംതിങ് ടു ഈറ്റ്. നെക്സ്റ്റ് സർട്ടൻ, വെരി ഷുവർ. വളരെ ഉറപ്പുള്ളൊരു കാര്യം സർട്ടൻ ഉപയോഗിച്ച് പറയാം. ഹി ഈസ് സർട്ടൻ ടു ബി ദാർ. അവൻ അവിടെ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഹി ഈസ് സർട്ടൻ ടു ബി ദാർ. ആർ യു സർട്ടൻ ദിസ് ഈസ് വാട്ട് യു വാണ്ട്. ഇതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ഉറപ്പാണോ? ആർ യു സർട്ടൻ ദിസ് ഈസ് വാട്ട് യു വാണ്ട്. ആർ യു സർട്ടൻ ദിസ് ഈസ് വാട്ട് യു വാണ്ട്. നെക്സ്റ്റ് ഓഫൺ, പലപ്പോഴും എന്നാണ് അതിൻ്റെ അർത്ഥം. ഡു യു വിസിറ്റ് ഗോവ ഓഫൺ. നിങ്ങൾ പലപ്പോഴും ഗോവ സന്ദർശിക്കാറുണ്ടോ? ഡു യു വിസിറ്റ് ഗോവ ഓഫൺ. കെയർലെസ്നെസ് ഓഫൺ കോസസ് ആക്സിഡൻറ്റ്. പലപ്പോഴും അശ്രദ്ധയാണ് അപകടത്തിലേക്ക് നയിക്കുന്നത്. കെയർലെസ്നെസ് ഓഫൺ കോസസ് ആക്സിഡൻറ്റ്. ശ്രദ്ധയില്ലായ്മയാണ് പലപ്പോഴും അപകടത്തിന് കാരണമാകുന്നത്. നെക്സ്റ്റ് വേർഡ് ഇഗ്നോർ, അവഗണിക്കുക. സുധി ഇഗ്നോർഡ് മീരാസ് അഡ്വൈസ്. മീരയുടെ ഉപദേശം സുധി അവഗണിച്ചു. സുധി ഇഗ്നോർഡ് മീരാസ് അഡ്വൈസ്. മീരാസ് അപ്പോസ്ട്രഫി എസ് വന്നിരിക്കുന്നത് മീരയുടെ. മീരാസ് അഡ്വൈസ്, മീരയുടെ ഉപദേശം. സുധി ഇഗ്നോർഡ്, സുധി അവഗണിച്ചു. ഐ സ്മൈൽഡ് അറ്റ് ഹർ ബട്ട് ഷി ജസ്റ്റ് ഇഗ്നോർഡ് മീ. ഞാൻ അവളെ നോക്കി ചിരിച്ചു, പക്ഷേ അവൾ എന്നെ അവഗണിച്ചു കളഞ്ഞു. ഐ സ്മൈൽഡ് അറ്റ് ഹർ, ഞാൻ അവളെ നോക്കി ചിരിച്ചു. ബട്ട്, പക്ഷേ, ഷി ജസ്റ്റ് ഇഗ്നോർഡ് മീ, അവൾ എന്നെ അവഗണിച്ചു. ഷി ജസ്റ്റ് ഇഗ്നോർഡ് മീ. നെക്സ്റ്റ് ഫ്ലോലെസ് എന്ന് വെച്ചാൽ വെരി പെർഫെക്റ്റ്. ദിസ് പെയിൻറ്റിംഗ് ഈസ് ഫ്ലോലെസ്. ഈ പെയിൻറ്റിംഗ് കാണാൻ വളരെ പെർഫെക്റ്റ് ആണ്. ഒരു കുറ്റവും ഇതിനെക്കുറിച്ച് പറയാനില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ടുണ്ട് എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ദ ടീം ഹാഡ് എ ഫ്ലോലെസ് വിക്ടറി. ഈ ടീമിന് അവർ അർഹിക്കുന്ന ഒരു വിജയം തന്നെ അവർക്ക് കിട്ടി എന്ന് പറയാൻ ദ ടീം ഹാഡ് എ ഫ്ലോലെസ് വിക്ടറി എന്ന് പറയാം. നെക്സ്റ്റ് എക്സ്പെക്റ്റ്, പ്രതീക്ഷിക്കുക. വാട്ട് ഡു യു എക്സ്പെക്റ്റ് ഫ്രം മീ. നിങ്ങൾ എന്നിൽ നിന്നും എന്താണ് പ്രതീക്ഷിക്കുന്നത്? വാട്ട് ഡു യു എക്സ്പെക്റ്റ് ഫ്രം മീ. ഐ ഡിഡിൻറ്റ് എക്സ്പെക്റ്റ് സച്ച് എ ബിഹേവിയർ ഫ്രം യു.
നിന്നിൽ നിന്ന് ഇത്തരമൊരു പെരുമാറ്റം ഞാൻ പ്രതീക്ഷിച്ചില്ല. I didn't expect such a behavior from you. I didn't expect, ഞാൻ പ്രതീക്ഷിച്ചില്ല, such a behavior from you, നിന്നിൽ നിന്ന് ഇത്തരമൊരു പെരുമാറ്റം, such a behavior from you. Last word, angry, ദേഷ്യപ്പെടുക. Why are you angry with me? എന്തിനാ നീ എന്നോട് ദേഷ്യപ്പെടുന്നത്? Why are you angry with me? You are making me angry. നീ എന്നെ ദേഷ്യം പിടിപ്പിക്കുകയാണ്. യു ആർ മേക്കിംഗ് മീ ആംഗ്രി. ഈ പറഞ്ഞ എല്ലാ വേർഡ്സും ഉപയോഗിച്ച് നിങ്ങൾ ഡെയിലി ലൈഫിൽ മലയാളത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷിൽ സെൻറ്റൻസ് ആക്കി മാറ്റാം. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഇതേപോലെ സെൻറ്റൻസ് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഇംഗ്ലീഷ് വിത്ത് ജോയ് യൂട്യൂബ് ചാനൽ. താങ്ക് യു.